അല്ലേ? എങ്ങനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എഴുതുന്നത്? ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ അല്ലേ? എങ്ങനെയാണ് എഴുതിയത്? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണെന്നുണ്ടെങ്കിൽ ഡി എക്സ് ഓർ ഡി വൈ ഡി എസ് എന്നൊക്കെ വന്നിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? C is a curve described by a parametric equation x is equal to f of t or y is equal to g of t or C is an explicit function എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഈ ലൈൻ ഇൻ്റഗ്രലിനെ രണ്ട് ഫങ്ഷൻസിൻ്റെ സമ്മാക്കി എഴുതാം അല്ലേ? പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ. ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? ഇതൊരു ഫംഗ്ഷനാണ്, അത് ഓവർ സി വേറൊരു ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ ഇതിനെ രണ്ടെണ്ണത്തിനും കൂടി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ സി ഇതെന്താണ്? പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് എഴുതാം. സിംപ്ലി ഞാനിങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണിത്. ഇതെങ്ങനെയെന്ന് മനസ്സിലായോ? കാരണം എന്താണ്? ഇവിടെ പിയും ക്യൂ ആണ് അല്ലേ? നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? പി ഈ രണ്ട് ഫംഗ്ഷൻ അല്ലേ, അതായത് ഇവിടെ പി ഓഫ് എക്സ് വൈ ഉണ്ട്, ക്യൂ ഓഫ് എക്സ് വൈ ഉണ്ട്. അതിന് തമ്മിൽ നമ്മൾ ഒരുമിച്ച് എഴുതുകയെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡോട്ട് എന്താ വരുന്നത്? ഡി എക്സ് പ്ലസ് ഡി വൈ അല്ലേ? ഇതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത് അല്ലേ? പി ഓഫ് എക്സ് വൈ ഡോട്ട് ഡി ആർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ. അതാണ് ഇത് അല്ലേ? അതായത് ഇത് എന്താണ്? എഫ് എന്നുള്ള നമ്മളെ ഫംഗ്ഷൻ ആണ്. പി ഓഫ് എക്സ് വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുക്കില്ല? നമ്മുടെ വെക്ടർ ഫീൽഡ് എഫ് അല്ലേ? എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ അതാണ് എഫ്. എഫ് ഡോട്ട് ഇതെന്താണ്? ഡി ആർ അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് എക്സിലും വൈയിലും വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ എന്ത് എഴുതിയത്? എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ ഇതാണ് ജനറലി എന്ത് പറയുന്നത്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ കർവ്. അപ്പോൾ ഈ കർവ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതും? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു ലൈൻ ഇൻ്റഗ്രൽ അലോങ് എ ക്ലോസ്ഡ് കർവ് സി ഈസ് എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതും. അപ്പോൾ പ്രോബ്ലം നോക്കും. ലെറ്റ് സി ഡിനോട്ട് ദ ക്വാഡ്രർ സർക്കിൾ ഡിഫൈൻഡ് ബൈ x is equal to 4 cos t, y is equal to 4 sin t, 0 less than or equal to 3 less than or equal to pi by 2. Evaluate the following integrals. Integral over c x y square dx, integral over c x y square dy and integral over c x y square ds. അപ്പോൾ ഇത് ഏത് മെത്തേഡാണ്? മെത്തേഡ് ഓഫ് ഇവാലുവേഷനിൽ ഏതാണ് വരുന്നത്? കർവ് ഡിഫൈൻഡ് ബൈ പാരാമെട്രിക്കലി അല്ലേ? അതായത് ഇവിടെ x is equal to എഫ് ഓഫ് ടി എന്നുള്ള ഫോമിലും വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് പാരാമെട്രിക്കിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഇവിടെ ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 4 കോസ് ടി ആണ്, അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു 4 സൈൻ ടി ആണ് അല്ലേ? ആൻഡ് ടി വാല്യൂ ചെയ്യുന്നത് എങ്ങോട്ടാണ്? 0 to പൈ ബൈ 2ൻ്റെ ഇടയിലാണ് അല്ലേ? അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് 0 to പൈ ബൈ 2 ആണ്. അത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എഫ് ഓഫ് ടി എന്താണ്? അപ്പോൾ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 4 കോസ് ടി ആണ് അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടി പറഞ്ഞാൽ 4 കോസ് ടി ആൻഡ് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു 4 സൈൻ ടി. അതുപോലെ ജി ഓഫ് എക്സ് വൈ എന്താണ്? ജി ഓഫ് എക്സ് വൈ എന്നുള്ള നമ്മളെ ഫംഗ്ഷൻ എന്താണ്? ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ ആണ് അല്ലേ? എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ഇനി നമുക്ക് കംപ്ലീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റത്തെ എങ്ങനെ എഴുതാം? integral over c x y square dx is equal to integral over c എന്ന് പറഞ്ഞാൽ equal to integral 0 to pi by 2 g of x y എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു അല്ലേ? ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സിനെ നമ്മൾ എങ്ങനെ ചേഞ്ച് വരുത്തുന്നത്? ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി ഡി എക്സ് എന്നുള്ളതിൻ്റെ പകരം എന്തായിരുന്നു? ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ടി ഡി ടി എന്നായിരുന്നു അല്ലേ? അപ്പോൾ ഇതായിരുന്നു ചേഞ്ച് വന്നിരുന്നത്. ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ഡി ടി അല്ലേ? അതുപോലെ നമുക്ക് ഇവിടെ എന്തെഴുതാം? എ ടു ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ എന്താണ്? 0 to പൈ ബൈ 2 ആണ്. ജി ഓഫ് എഫ് ഓഫ് ടി അതായത് എക്സിനെയും വൈനെയും ടിയുടെ ടേമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലേ? എക്സ് എന്താണ് ഇവിടെ? 4 കോസ് ടി ആണ്. 4 കോസ് ടി ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈൻ ടി ഹോൾ സ്ക്വയർ എന്നത് അല്ലേ? ഡി എക്സ് എന്താ? ഡാഷ് ഓഫ് ടി. ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. അതായത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 4 കോസ് ടി ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടി. എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും?
4 cos ടിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക മൈനസ് സൈൻ ടി അല്ലേ. അപ്പോൾ ഇത് ടി ഡി ടി ഇൻറ്റു -4 sin t dt ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ 4² അപ്പോൾ 4² എന്ന് പറഞ്ഞാൽ 16 വരും. 16 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 64 ഇൻറ്റു 4 ഉണ്ട് അല്ലേ. അപ്പോൾ 256 എന്ന് വരും. മൈനസും കൂടെ ഉണ്ട്, -256. വേറെ എന്താ ഉള്ളത്, ഇവിടെ കോസും ഉണ്ട്, ഇവിടെ sin² ഉണ്ട്, ഇവിടെ ഒരു sin t dt കൂടി ഉണ്ട്. അപ്പോൾ എന്തുണ്ടാവും cos t sin cube t dt. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, വേരിയബിൾ കൺവേർട്ട് ചെയ്യാം അല്ലേ. വേരിയബിൾ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേരിയബിൾ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ടി എന്നുള്ള വേരിയബിൾ നമ്മൾ യുയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ sin t അതിന് നമ്മൾ എന്ത് കൊടുക്കുക, യു എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, sin t is equal to u അല്ലേ. പുട്ട് u is equal to sin t. അങ്ങനെയാണെങ്കിൽ du എന്ത് വരും, du cos t dt എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ടി എന്ന് പറയുന്നത് 0യും π/2 ആയിരുന്നു. ടി 0 ആകുമ്പോൾ യു എന്ത് വരും, sin 0 അല്ലെ. sin 0 ആണെങ്കിൽ 0 വരും. അതുപോലെ t/2 ആകുമ്പോൾ യു എന്ത് വരും, sin π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ ഇൻ്റഗ്രൽ ആകെ ചേഞ്ച് ചെയ്തു അല്ലേ. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് y² dx is equal to ഇൻ്റഗ്രൽ 0 to π/2 എന്നുള്ളത് എന്തായിട്ട് മാറും, 0 to 1 ആയിട്ട് മാറും അല്ലേ. ഇവിടെ ഒരു -256 ഉണ്ട്. -256 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 cos t sin cube t dt വരും അല്ലേ. അപ്പോൾ നമ്മളിവിടെ du എന്ന് പറഞ്ഞാൽ ഇവിടെ യു എന്താ കൊടുത്തത്, യു എന്ന് പറഞ്ഞാൽ സൈൻ ആണ് അല്ലേ, സൈൻ ടി ആണ്. അപ്പം u³ t എന്ന് വരും അല്ലേ, u³. അപ്പോൾ ഇവിടെ യു എന്ന് പറഞ്ഞാൽ സൈൻ ടി ആണ്. അപ്പോൾ എന്ത് വരും, sin cube t എന്ന് പറഞ്ഞാൽ u³ cos t അല്ലേ, cos t dt. ബാക്കി ഇവിടെ cos t dt ഉണ്ട്. ഇതിന് നമ്മൾ u³ എന്ന് കൊടുത്തു. cos t dt ഉണ്ട്. cos t dt എന്ന് പറഞ്ഞാൽ എന്താണ്, du ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഇനി കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടൂല. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ഈ സുഖമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈക്വൽ ടു -256. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, u³ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും, u⁴/4 0 to 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -256 1/4 എന്ന് വരും. 1/4 -0 എന്നാണ് വരിക. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ 64 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു -64. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് y² dx എന്തെന്ന് കിട്ടി, -64 ആണ് കിട്ടി. ഓക്കെ, ഇനി അതുപോലെ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് y² dy കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് y² dy ഈക്വൽ ടു, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത്, ഇൻ്റഗ്രൽ a to b g of f of t into dy ആയിരുന്നു അല്ലേ. dy എന്ന് പറഞ്ഞാൽ g' of t dt എന്ന് വരും അല്ലേ, g' of t dt എന്ന് നമ്മൾ എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു 4 cos t ആണ് അല്ലേ. 4 cos t y² എന്ന് പറഞ്ഞാൽ 4 sin t സ്ക്വയർ 4 sin t സ്ക്വയർ g' of t ആണ് അല്ലേ. g of t എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എന്ത് എഴുതാം, f of t എന്താണ്, f of t എന്ന് പറഞ്ഞാൽ 4 cos t-യും ആൻഡ് g of t എന്ന് പറഞ്ഞാൽ 4 sin t-യും ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് g' of t എങ്ങനെ എഴുതാം, g' of t is equal to 4 ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, 4 cos t dt. അപ്പോൾ നമുക്ക് g' of t dt എന്നുള്ളത് എന്ത് കൊടുക്കാം, 4 cos t എന്ന് എഴുതാം അല്ലേ, 4 cos t എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതാം, 4 cos t dt. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 നേരത്തെ പോലെ തന്നെ ഇവിടെ 4² ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 256 തന്നെ വരും. ഈക്വൽ ടു 256 0 to π/2. ഇവിടെ എന്തുണ്ടായിരിക്കും, കോസും ഉണ്ട്. അപ്പോൾ എന്ത് വരും, cos² t ഇൻറ്റു sin² t dt. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 64 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 4 cos t sin t
ഹോൾ സ്ക്വയർ ടി കിട്ടിയത് അല്ലേ. അതായത് 64 ഇൻറ്റു 4 ആണ് 256 വരുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു, 64 ഇൻറ്റു 4 എന്നുള്ളത് 4ന് ഉള്ളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു, കോസ് ടി സൈൻ ടി കോസ് സ്ക്വയർ ടി സൈൻ സ്ക്വയർ ടി എന്നാണ് അല്ലേ. ഇനി ഞാൻ കോസ് ടി സൈൻ ടി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അതായത് അതെന്താണ്, കോസ് സ്ക്വയർ ടി സൈൻ സ്ക്വയർ ടി എന്നാണ്. അപ്പം ഒരു ചേഞ്ചും വന്നിട്ടില്ല അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ 4നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. 4നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊരു 2 എന്ന് വരും അല്ലേ. കാരണം 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ 4 ആയി. അതിന് ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ 4 തന്നെ ആയി. അപ്പോൾ 2 കോസ് ടി സൈൻ ടി ഹോൾ സ്ക്വയർ ടി ടി എന്ന് എഴുതി. ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാറ്റം വരുത്തിയത് കോസ് ടി സൈൻ ടി 2 കോസ് ടി സൈൻ ടി പറഞ്ഞാൽ നമുക്ക് അതിന് ഇക്വേഷൻ ഉണ്ട് അല്ലേ. 2 നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2. ഇതിനെങ്ങനെ എഴുതാം, 2 കോസ് ടി സൈൻ ടി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്, 1 മൈനസ് കോസ് 2 ഇൻറ്റു 2t എന്ന് വരും. അതായത് 4t എന്ന് വരും. 4t ബൈ 2 ഡി ടി ഈക്വൽ ടു 64 ഇൻറ്റു ഈ ഒരു ഫോമുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. കോസ് 2 തീറ്റ എന്താണ്, സൈൻ 2 തീറ്റൻ്റെ ഇക്വേഷൻ എന്താണ്, ഓരോന്നിൻ്റെ ഇക്വേഷൻസ് വരുന്നതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ 2 കോസ് ടി സൈൻ ടി പറഞ്ഞാൽ 1 മൈനസ് കോസ് 2 ഇൻറ്റു 2t അല്ലേ. 4t ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു ഈ 64 ബൈ 2 അല്ലേ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും 32 എന്ന് വരും. 32 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 1 മൈനസ് കോസ് 4t ഡി ടി എന്ന് വരും. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സുഖമായില്ലേ. അപ്പം ഞാൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ഇൻറ്റു ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 1ൻ്റെ എന്ത് വരും, ടി മൈനസ് കോസ് 4t എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരുന്നത്, കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ ആണ് അല്ലേ. സൈൻ 4t ബൈ 4 എന്ന് വരും. 0 to pi by 2 is equal to 32 pi by 2 minus sin 4 into pi by 2. 2 minus sin 4 into t എന്ന് വരും അല്ലേ. 4 into pi by 2 എന്ന് വരും. ദാറ്റ് ഈസ് 2 pi എന്ന് വരും. 2 pi by 4 എന്ന് വരും. മൈനസ് അടുത്ത ടേം 0 ആണ് പോവുക. അപ്പോൾ pi by 2 മൈനസ് സൈൻ 2 pi by 4 എന്ന് വരും അല്ലേ. സൈൻ 2 പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ ഈ ടേമും 0 ആയിപ്പോയി. ബാക്കി എന്തുണ്ടാവും, 32 ഇൻറ്റു പൈ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പൈ എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് 16 വരും. 16 പൈ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു 16 പൈ എന്ന് കിട്ടി. ക്ലിയർ ആയോ. ഇനി അടുത്തത് അതുപോലെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 4 കോസ് ടി ആണ് അല്ലേ. അതായത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ്, 4 കോസ് ടി ആണ്. ആൻഡ് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു 4 സൈൻ ടി ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡി എസ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഡി എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് 4 കോസ് ടി. കോസ് ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, മൈനസ് 4 സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് 4 സൈൻ ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, കോസ് ടി അല്ലേ. 4 കോസ് ടി ഹോൾ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതെന്ത് വരും, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 4 സ്ക്വയർ, ഇവിടെ 4 സ്ക്വയർ ഉണ്ട് 16 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ആ 16 കോമൺ ആയിട്ട് എടുക്കാം. 16 ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ 1 വരും. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ദാറ്റ് ഈസ് 1 വരും. ദാറ്റ് ഈസ് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ ഡി എസ് എന്താണെന്ന് കിട്ടി, നമുക്ക് 4 ആണെന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ. അപ്പോൾ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും ഡി എസ് അല്ലേ, ഡി എസ് ഇവിടെ എഴുതിയേക്കാം. ഡി എസ് എന്താ അപ്പോൾ കിട്ടിയത്, ഡി എസ് ഇസ് ഈക്വൽ ടു 4 ആണ്. നമുക്ക് എന്ത് എഴുതാം, ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി. ഇൻറ്റഗ്രൽ എ ടു ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 ജി ഓഫ് എക്സ് വൈ ഡി എസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ജി ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ പ്ലേസിൽ എന്താകും, എഫ് ഓഫ് ടി, ആൻഡ് വൈ എന്നുള്ളടത്ത് ജി ഓഫ് ടി. ആൻഡ് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്, 4 ആണുള്ളത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, 4 കോസ് ടി അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 4 കോസ് ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എന്തൊരു 4 സൈൻ ടി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എസ് ആണ് അല്ലേ. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ഡി ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2. ഇവിടെ 4 സ്ക്വയർ 4 നേരത്തെ പോലെ തന്നെ എന്ത് വരും,
256 അല്ലേ, 256 കോസും ഉണ്ട് സൈനും ഉണ്ട് അല്ലേ, കോസ് ടി സൈൻ സ്ക്വയർ ടി ഡി ടി. അപ്പോൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, പുട്ട് യു ഈക്വൽ ടു, ഇവിടെ ചേഞ്ച് വരുത്തണം അല്ലേ, വേരിയബിൾ കൺവേർട്ട് ചെയ്യണം. പുട്ട് യു ഈക്വൽ ടു എന്ത് കൊടുക്കാം, യു ഇസ് ഈക്വൽ ടു സൈൻ ടി എന്ന് കൊടുക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡി യു എന്ത് വരും, ഡി യു ഇസ് ഈക്വൽ ടു കോസ് ടി ഡി ടി എന്ന് വരും. അപ്പോൾ വേരിയബിൾ കൺവേർട്ട് ചെയ്യും അല്ലേ, യു 0 എന്നുള്ളത് 0 to π/2, ടി ഈക്വൽ ടു 0 ആകുമ്പോൾ യു ഈക്വൽ ടു എന്ത് വരും, സൈൻ 0, സൈൻ 0 എന്നാൽ 0. ടി ഈക്വൽ ടു π/2 ആകുമ്പോൾ യു ഇസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ 1 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് വേരിയബിൾ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഈക്വൽ ടു ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഈക്വൽ ടു ഇൻ്റഗ്രൽ 256 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 എന്നുള്ളത് എന്തായി മാറി, 0 to 1 കോസ് ടി സൈൻ സ്ക്വയർ ടി ഡി ടി എന്നല്ലേ, അതായത് യു സ്ക്വയർ ഡി ടി അല്ലേ. ഡി യു പറഞ്ഞാൽ കോസ് ടി ഡി ടി ആണ്, അപ്പോൾ യു സ്ക്വയർ ഡി ടി വരും. ഈക്വൽ ടു 256 ഇൻറ്റു യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്തായാലും യു ക്യൂബ് ബൈ 3 0 to 1 ഈക്വൽ ടു 256 ഇൻറ്റു യു ക്യൂബ് പറഞ്ഞാൽ 1/3 എന്ന് വരും, ഈക്വൽ ടു 256/3 എന്ന് വരും. ഇതാണ് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കർവ് ഡിഫൈൻഡ് ബൈ പാരാമെട്രിക്കലിൽ പ്രോബ്ലം ചെയ്തത് മനസ്സിലായില്ലേ? ആദ്യം ഡി എക്സിൽ, ഡി വൈയിൽ, ഡി എസിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇതിനെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ്, ഡി വൈ എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് ടി ഡി ടി ആണ്, ഡി എസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ അല്ലേ. ആ ഒരു ചേഞ്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതുപോലെ ചെയ്തു പോരും. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി എന്നുള്ളത് ഒരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആവുമ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ പ്രോബ്ലം നോക്കാം. ലെറ്റ് സി ഡിനോട്ട് ദ ലൈൻ സെഗ്മെന്റ് y is equal to 2x plus 1 minus 1 less than or equal to x less than or equal to 0 and g of xy is equal to 3x square plus 6y. Then evaluate the following integrals: integral over c g of xy dx, integral over c g of xy dy and integral over c g of xy ds. നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ, സി എന്നുള്ളത് എന്താണ്, ഒരു ലൈൻ സെഗ്മെന്റ് ആണ് തന്നുള്ളത്, y is equal to 2x plus 1. അപ്പോൾ നമ്മൾ പറയുന്നത് y is equal to f of x ഈ ഫോമിൽ വരുമ്പോൾ ഒരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് വരുത്തിയത്, ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുത്തിയത്, ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് വൈന് എന്ത് കൊടുക്കും, എഫ് ഓഫ് എക്സ് അല്ലേ, ഡി എക്സിന് ഡി എക്സ് തന്നെയാണ്. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നിരുന്നത്, ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതിൻ്റെ പകരം ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താന്ന് വരും, എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും അല്ലേ. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ആണെന്നുണ്ടെങ്കിലോ, ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് ഓഫ്, ഇവിടെ എന്തായിരുന്നു ഡി എസ് ആയിരുന്നു അല്ലേ, ഡി എസ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ ഡി എസ് എന്താ പറയുന്നത്, റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മൂന്നെണ്ണം ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം, രണ്ടാമത്തത് ഡി വൈ ആകുമ്പോൾ ഇങ്ങനെ, ഡി എസ് ആകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഓവർ സി, അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ എന്താണ്, ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ് അല്ലേ, വൈ ഇസ് ഈക്വൽ ടു 2x plus 1 ആണ്. ആൻഡ് ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 3x square plus 6y square ആണ്. എ എന്ന് പറയുന്നത് -1 ബി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, -1 to 0 എന്നുള്ളതാണ് എക്സിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സിനെ എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ -1 to 0 ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 3x square plus 6y square, 3x square എക്സ് അതുപോലെ തന്നെ എഴുതാം, വൈ എന്ന് പറഞ്ഞാൽ എന്താണ് 2x plus 1 അല്ലേ, 6 into 2x plus 1 whole square dx വരും, ഈക്വൽ ടു -1 to 0 3x square plus 2x plus ഇവിടെ a plus b whole square അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പം എന്ത് വരും, 6 into 4x square plus 4x plus 1 dx വരും. അപ്പോൾ 6നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും,
integral minus 1 to 0 3x square plus 24x square plus 24x plus 6 dx അല്ലേ. ഇവിടെ 3x സ്ക്വയറും ഉണ്ട് 24x സ്ക്വയറും ഉണ്ട്. അത് രണ്ടും കൂടെ എന്ത് എഴുതും? 27x സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഈ അവിടെ തന്നെ ചേഞ്ച് വരുത്താണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 27x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 6d. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 27x ക്യൂബ് ബൈ 3 പ്ലസ് 24x സ്ക്വയർ ബൈ 2 പ്ലസ് 6x അല്ലേ. മൈനസ് 1 to 0 എന്ന് വരും. ഫസ്റ്റ് 0 ആണ് കൊടുക്കുന്നത് അല്ലേ. 0 കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയിപ്പോയി. അടുത്തത് ഉണ്ടാവും മൈനസ് വാല്യൂ ആണ് കൊടുക്കുന്നത് അല്ലേ. 0 മൈനസ് അടുത്തത് ഇത് കൊടുക്കാം അല്ലേ. 27 ഇൻറ്റു മൈനസ് 1 ക്യൂബ് അല്ലേ. അതായത് മൈനസ് 27 മൈനസ് 27 ബൈ 3 പ്ലസ് 24 ബൈ 2 അല്ലേ. ഇവിടെ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 തന്നെ വരും അല്ലേ. 24 ബൈ 2 മൈനസ് 6 എന്ന് വരും അല്ലേ. കാരണം ഇവിടെ 6 തന്നെ മൈനസ് ആയ ഈക്വൽ ടു മൈനസ് ഇതാണ് മൈനസ് 9 പ്ലസ് 12 മൈനസ് 6 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 3 വരും അല്ലേ. 3 മൈനസ് 6 എന്ന് പറഞ്ഞാൽ മൈനസ് 3 എന്ന് വരും. ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്. അപ്പോൾ 3 എന്ന് വരും പ്ലസ് 3 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്താന്ന് കിട്ടി? 3 ആണ് കിട്ടി അല്ലേ. ഇനി അതുപോലെ എന്ത് വേണം? ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യാം. Integral over c g of x y dy that is equal to integral minus 1 to 0 3x square plus 6 into 2x plus 1 dy ആണ് അല്ലേ. dy എന്ന് പറഞ്ഞാൽ എന്താ വരിക? f dash of x dx ആണ് അല്ലേ. f dash of x എന്ന് പറഞ്ഞാൽ f dash of x dx ആണ് അല്ലേ. ഇവിടെ f dash of x എന്ന് പറഞ്ഞാൽ എന്താണ്? f of x equal to 2x plus 1 ആണ്. അപ്പോൾ f dash of x എന്ത് വരും? f dash of x equal to 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. f dash of x dx എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2dx എന്ന് വരും. ഓക്കെ ഈക്വൽ ടു ഇത്രയും പോർഷൻ ഇത് നമ്മൾ കംപ്ലീറ്റ്. ഈ 2 ഔട്ട് സൈഡിൽ തരുന്ന ഒരു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് 1 to 0 3x സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 2x പ്ലസ് 1 dx എന്നാണ് അല്ലേ. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തതാണ്. ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. ഇത് നമുക്കിപ്പോൾ എത്ര ആൻസർ കിട്ടിയിരുന്നത്? 3 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് ആൻസർ വരുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിന് മുന്നേ ചെയ്ത ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് 3 ആണ്. ഇൻറ്റഗ്രൽ മൈനസ് 1 to 0 3x സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 2x പ്ലസ് 1 dx ഈക്വൽ ടു 3 ആണ് നേരത്തെ കിട്ടിയിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ രണ്ടാമത്തത് കിട്ടി. ഇനി മൂന്നാമത്തത് നോക്കാം. ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ്. ഇവിടെ ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തിരുന്നു? റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എന്താ കിട്ടിയിരുന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടിയിരുന്നു അല്ലേ. 2 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 5. അപ്പോൾ ഡി എസ് കിട്ടി റൂട്ട് 5 ആണെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ കാണാം. ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് 1 to 0 3x സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡി എസ് ആണ് അല്ലേ. ഡി എസ് എന്താ കിട്ടിയത്? റൂട്ട് 5 ഡി എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് 1 to 0 3x സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 2x പ്ലസ് 1 ഡി എക്സ് വരും. ഇതെന്താണെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തി 3 ആണ് അല്ലേ. ഇപ്പോൾ റൂട്ട് 5 ഇൻറ്റു 3 വരും. 3 റൂട്ട് 5 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതും ക്ലിയർ ആയില്ലേ? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്?